2024 ഇറങ്ങിയ ഒരു അടിപൊളി ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് റെഡ് വൺ. സാന്റാക്ലോസിനെ ഒരു കൂട്ടം പേര് തട്ടിക്കൊണ്ടുപോകുന്നതും കുറച്ചു പേര് ചേർന്ന് സാന്റാക്ലോസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയിലെ ഒന്നാമത്തെ പ്രധാന കഥാപാത്രമായ ജാക്കിന്റെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഇന്ന് ക്രിസ്മസ് ആയതിനാൽ അവന്റെ വീട്ടിൽ കുറെ പേര് ചേർന്ന് പാർട്ടി നടത്തുകയാണ്. ഫാന്റസി കഥകളിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു കുട്ടിയാണ് ജാക്ക്. സാന്റാക്ലോസൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്നാണ് അവൻ കരുതുന്നത്. അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും അവൻ നൈസായിട്ട് ഒരു താക്കോൽ അടിച്ചു മാറ്റി. അത് കാണുമ്പോൾ തന്നെ മോഷണത്തിൽ ഇവൻ നല്ല വിരുദ്ധനാണെന്ന് നമുക്ക് മനസ്സിലാകും. ശേഷം അവൻ കുറെ കുട്ടികളെയും കൊണ്ട് മുകളിലെത്തി നിലയിൽ ചെന്നു. അവിടെ ഗിഫ്റ്റുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അലമാരയുണ്ടായിരുന്നു. മോഷ്ടിച്ച താക്കോൽ ഉപയോഗിച്ച് അവനത് കുട്ടികൾക്ക് തുറന്നു കാണിച്ചു കൊടുത്തു. എന്നിട്ട് സാന്റാക്ലോസ് വെറും പൊട്ട കഥയാണെന്നും ഈ ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ പാരന്റ്സ് നാളെ നമുക്ക് തരാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്നും അല്ലാതെ സാന്റാക്ലോസ് തരുന്നതല്ലെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു. ശേഷം അന്ന് രാത്രി സാന്റാക്ലോസിന് വെച്ചിരുന്ന ബിസ്ക്കറ്റും പാലുമൊക്കെ അവൻ തന്നെ എടുത്ത് കഴിച്ചു. അടുത്ത് 30 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത്. ജാക്ക് ഇപ്പോൾ മൊത്തം ഉടായിപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇല്ലീഗലായിട്ട് ഹാക്ക് ചെയ്ത് കാശുണ്ടാക്കുന്നതാണ് അവന്റെ പ്രധാന ജോലി. ദ വൂൾഫ് എന്നാണ് ഡിജിറ്റൽ ലോകത്തിൽ ഇവൻ അറിയപ്പെടുന്നത്. അതുപോലെ ഈ ലോകത്തിൽ ആര് വേണമെങ്കിലും ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും ഇവന് കഴിയും. ഒരു ദിവസം അവൻ സെയ്സ്മിക് ഡാറ്റയൊക്കെ ശേഖരിക്കുന്ന ഒരു ലാബിൽ ചെന്നു. അവന് എങ്ങനെയെങ്കിലും അകത്ത് കയറണം. പക്ഷേ വാതിലിന്റെ മുന്നിൽ ഒരുപാട് സെക്യൂരിറ്റിക്കാർ നിൽപ്പുണ്ട്. നോക്കിയപ്പോൾ പുറത്തൊരിടത്ത് ഒരു സ്വിച്ച് ബോർഡ് ഇരിക്കുന്നത് കണ്ടു. അവൻ ആരും കാണാതെ അതിൽ കുറച്ച് കോഫി എടുത്തൊഴിച്ചു. അത് കാരണം അത് ഷോർട്ട് സർക്യൂട്ട് ആവുകയും അതിനു ചുറ്റും തീ പിടിക്കുകയും ചെയ്തു. ഉടനെ സെക്യൂരിറ്റിക്കാരെല്ലാം ആ തീ അണയ്ക്കാൻ വേണ്ടി ഓടി വന്നു. ആ തക്കത്തിൽ അവൻ നൈസായിട്ട് അകത്ത് കയറി. എന്നിട്ട് സെയ്സ്മിക് ഡാറ്റ ശേഖരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു ഹാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചിട്ട് ആരും കാണാതെ അവിടുന്ന് പുറത്തിറങ്ങി എസ്കേപ്പ് ആയി. അടുത്ത് തിരക്ക് പിടിച്ച ഒരു മോളിന്റെ ദൃശ്യമാണ് കാണിക്കുന്നത്. അവിടെ സാന്റാക്ലോസിന്റെ വേഷം അണിഞ്ഞ ഒരാൾ ഇരിപ്പുണ്ട്. അയാൾക്ക് ഒരു ബോഡി ഗാർഡുണ്ട്, ഡ്രിഫ്റ്റ്. അവനാണ് സിനിമയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രം. അവൻ വളരെ ശ്രദ്ധയോടെ ചുറ്റും വീക്ഷിക്കുകയാണ്. അതിനു പുറമെ ഇയാൾക്ക് വേണ്ടി വേറെയും കുറെ സെക്യൂരിറ്റികളെ ഈ മോളിന്റെ പലയിടങ്ങളിലായിട്ട് നിർത്തിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഈ വൃദ്ധൻ ഏതോ വലിയ സെലിബ്രിറ്റിയാണെന്ന് നമുക്ക് തോന്നും. എല്ലാ വർഷവും ക്രിസ്മസ് ഈവനിങ്ങിന് ഇയാൾ ഇങ്ങനെ വേഷം കെട്ടി കുറെ നേരം ഇതുപോലെ ഈ മോളിൽ വന്നിരിക്കാറുണ്ട്. അയാൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് അയാളുടെ അടുത്ത് സംസാരിക്കും. അതിനുവേണ്ടി മാത്രമാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്. കുറെ നേരം കഴിഞ്ഞ് അയാളെയും കൊണ്ട് ഡ്രിഫ്റ്റ് മോളിൽ നിന്നിറങ്ങി. എന്നിട്ട് നേരെ ഒരു മിലിറ്ററി ബേസിലാണ് പോയത്. അവിടെ കുറെ കലമാനുകളെ ഒരു സ്ലീയിൽ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോഴാണ് നമുക്കൊരു കാര്യം പിടികിട്ടുന്നത്. സംഭവം ഈ വൃദ്ധൻ ശരിക്കും സാന്റാക്ലോസ് ആണ്. സാന്റയും ഡ്രിഫ്റ്റും ആ കലമാൻ വണ്ടിയിൽ കയറി. എന്നിട്ട് സാന്റ മന്ത്രം ചൊല്ലിയതും കലമാനുകൾ ചലിക്കാൻ തുടങ്ങി. അതിവേഗത്തിലാണ് വണ്ടി പോകുന്നത്. യുഎസിൽ നിന്നും ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് തന്നെ അവര് ആർട്ടിക്കിലെത്തി. ഇവര് ആർട്ടിക്കിലെത്തിയ ഉടനെ നോർത്ത് പോളിൽ എന്തോ സെയ്സ്മിക് ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്തുവെന്നും പറഞ്ഞ് ജാക്കിന്റെ കമ്പ്യൂട്ടറിൽ ഒരു അറിയിപ്പ് വന്നു. ശേഷം ആ സെയ്സ്മിക് ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്ത സ്ഥലത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ അവൻ ആർക്കോ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അവരുടൻ തന്നെ അവന് വലിയൊരു തുക പ്രതിഫലമായിട്ട് നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നേരത്തെ അവൻ ലാബിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആർട്ടിക്കിൽ അദൃശ്യമായി ഒരു വലിയ സിറ്റിയുണ്ട്. ഈ സിറ്റിയുടെ പേരും നോർത്ത് പോൾ എന്നാണ്. പുറത്തുനിന്ന് മാർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഈ സിറ്റിയെ ഇൻവിസിബിൾ ചുമരുകളാൽ മറച്ചു വെച്ചിരിക്കുകയാണ്. സാന്റ വണ്ടിയിലെ ഒരു സ്വിച്ച് അമർത്തിയതും ആ ചുമരിന്റെ ചെറിയൊരു ഭാഗം തുറക്കപ്പെട്ടു. അങ്ങനെ അവർ അതുവഴി സിറ്റിയിൽ കയറി. മൊത്തം പല പല വർണ്ണങ്ങളാൽ നിറഞ്ഞ മനോഹരമായ ഒരു സിറ്റിയാണത്. സിറ്റിയുടെ മധ്യത്തിൽ ഉയരം കൂടിയ ഒരു കെട്ടിടം കാണാം. അതാണ് സാന്റയുടെ വീട്. അവർ ആ കെട്ടിടത്തിനുള്ളിൽ ചെന്നിറങ്ങി. വീട് മാത്രമല്ല, സാന്റയുടെ ടോയ് ഫാക്ടറിയും ഇതുതന്നെയാണ്. അവിടെ പല വിധത്തിലുള്ള ഒരുപാട് മാന്ത്രിക ജീവികളുണ്ട്. ഗ്രാഷിയ എന്ന വലിയൊരു ധ്രുവകരടിയാണ് ഈ ബിൽഡിംഗിന്റെ കാവൽക്കാരൻ. നാളെ രാത്രി ലോകത്തിലെ എല്ലാ അനുസരണയുള്ള കുട്ടികൾക്കും ഗിഫ്റ്റുകൾ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഗിഫ്റ്റുകൾ പൊതിയുന്നതിന്റെയും മറ്റുമൊക്കെ ധൃതിയിലാണ്. സാന്റയുടെ വൈഫും അതിന്റെ തിരക്കിലായിരുന്നു. ശേഷം സാന്റ വർക്കൗട്ട് ചെയ്യാൻ പോയി. നാളെ രാത്രി ഒരുപാട് വീടുകളിൽ കയറാനുള്ളതിന്റെ ഒരു തയ്യാറെടുപ്പാണ് ഈ വർക്കൗട്ട്. വൃദ്ധനാണെങ്കിലും പുള്ളിക്കാരൻ 500 കിലോ ഒക്കെയാണ് പുല്ല് പോലെ എടുത്തു തൂക്കുന്നത്. ഈ സമയം പട്ടാളക്കാരെ പോലെ വേഷമണിഞ്ഞ ഒരു കൂട്ടം പേര് നോർത്ത് പോളിന് സമീപത്ത് വന്നു. നേരത്തെ ജാക്ക് കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ചാണ് അവരിവിടെ എത്തിയത്. എന്തോ ഒരു ഡിവൈസ് വെച്ച് അവർ അദൃശ്യ ചുമരിൽ ദ്വാരമുണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഡ്രിഫ്റ്റ് സിറ്റിയുടെ മനോഹാരിത ആസ്വദിച്ച് നിൽക്കുന്ന സമയം സാന്റയുടെ ബിൽഡിംഗിലെ ഒരു നിലയിൽ ലൈറ്റ് ഓഫ് ആയി പോയത് ശ്രദ്ധിച്ചു.
അവനുടൻ തന്നെ അതിന്റെ കാരണം എന്താണെന്നറിയാൻ ആ നിലയിലെ സെക്യൂരിറ്റിയെ വിളിച്ചു നോക്കി. പക്ഷേ സെക്യൂരിറ്റി മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് ഡ്രിഫ്റ്റിന് തോന്നി. അങ്ങനെ നേരത്തെ സാന്റ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിന്ന നിലയിൽ കയറിപ്പോയി. നോക്കിയപ്പോൾ ആരോ സാന്റയെ ടാങ്ക് പോലത്തെ ഒരു വണ്ടിയിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയാണ്. ജസ്റ്റ് മിസ്സിനാണ് അവര് സാന്റയും കൊണ്ട് അവിടുന്ന് പോയത്. പക്ഷെ അവരെ സിറ്റി വിടാൻ സമ്മതിക്കില്ലെന്ന് തന്നെ ഡ്രിഫ്റ്റ് തീരുമാനിച്ചു. അവനുടനെ എല്ലാ സെക്യൂരിറ്റിക്കാരെയും അലർട്ട് ചെയ്തു. എന്നിട്ട് കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ചാടി ചാടി ആ ടാങ്കിനെ ഫോളോ ചെയ്തു. ടാങ്ക് പല വഴികളിലൂടെയും സിറ്റിയിൽ നിന്ന് പുറത്തു കടക്കാൻ നോക്കി. പക്ഷെ എല്ലാ വാതിലുകളും സെക്യൂരിറ്റിക്കാര് ലോക്ക് ചെയ്തു. ഇടയ്ക്ക് കുറച്ച് സെക്യൂരിറ്റികൾ സ്നോ ബൈക്കുകളിൽ ടാങ്കിനെ ഫോളോ ചെയ്തു. പക്ഷെ അവർക്കൊന്നും ടാങ്കിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. അപ്പോൾ ഡ്രിഫ്റ്റ് അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്നോ ബൈക്കിന്റെ കളിപ്പാട്ടം പുറത്തെടുത്തു. എന്നിട്ട് അതിനെ തറയിലിട്ട ശേഷം അവന്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് വെച്ച് ആ കളിപ്പാട്ടത്തിനെ യഥാർത്ഥ വണ്ടിയാക്കി മാറ്റി. അങ്ങനെ അതിൽ കയറി അവൻ ടാങ്കിന്റെ പിന്നാലെ പോയി. സിറ്റിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള എല്ലാ വാതിലുകളും ലോക്ക് ചെയ്തപ്പോൾ കയറി വരാൻ ഉപയോഗിച്ച ദ്വാരത്തിലൂടെ തന്നെ ടാങ്ക് സിറ്റിയിൽ നിന്ന് പുറത്തു കടന്നു. ഡ്രിഫ്റ്റും പിന്നാലെ തന്നെ പോയി. കുറെ ദൂരം പോയ ശേഷം അവസാനം അവൻ ടാങ്കിനെ തടഞ്ഞു നിർത്തി. എന്നാൽ ടാങ്കിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ ആരെയും കാണാനില്ല. അപ്പോഴാണ് മുകളിലൂടെ ഒരു പ്ലെയിൻ പറന്നു പോകുന്നത് അവൻ കണ്ടത്. സംഭവം ഈ ടാങ്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെണിയായിരുന്നു. ആ പോകുന്ന പ്ലെയിനിലാണ് യഥാർത്ഥത്തിൽ സാന്റയെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഡ്രിഫ്റ്റിന് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. ശേഷം അവൻ സിറ്റിയിൽ തിരിച്ചു വന്നപ്പോൾ സോയി അവനെ വിളിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവര് തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ലോകത്തിലെ മിത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മിത്തിക്കൽ ജീവികളെയൊക്കെ നിയന്ത്രിക്കാനും മോറ എന്നൊരു സീക്രട്ട് സംഘടനയുണ്ട്. സാന്റാക്ലോസിനെ കൈകാര്യം ചെയ്യുന്നതും അവരാണ്. അതായത് സാന്റാക്ലോസ് സത്യമാണെന്ന കാര്യം പുറം ലോകം അറിയാതെ നോക്കുന്നതും ആർക്കെങ്കിലും സാന്റയുടെ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ ഉടൻ തന്നെ അതിനെ ചെന്ന് നശിപ്പിക്കുന്നതും സാന്റയ്ക്ക് വേണ്ട സകല സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്നതും അങ്ങനെ എല്ലാം തന്നെ മോറയാണ്. സാന്റ യഥാർത്ഥം തന്നെയാണെന്ന സത്യം അറിയാവുന്നത് മോറയ്ക്കും പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുക്കം ചില ഗവൺമെന്റ് ഒഫീഷ്യൽസിനും മാത്രമാണ്. സോയിയാണ് മോറയുടെ ലീഡർ. നാളെ രാത്രിയാണ് എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നാളെ രാത്രിക്ക് മുന്നേ സാന്റയെ കണ്ടെത്തിയേ പറ്റൂവെന്നാണ് സോയി പറയുന്നത്. സെയ്സ്മിക് ഡാറ്റ ശേഖരിക്കുന്ന ലാബ് ആരോ ഹാക്ക് ചെയ്തു എന്ന കാര്യം കുറച്ചു നേരത്തെ സോയി അറിഞ്ഞു. അപ്പോൾ തീർച്ചയായും ആ ഡാറ്റ വെച്ച് തന്നെയായിരിക്കും അവർ ഈ സിറ്റിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയതെന്ന് സോയിക്ക് മനസ്സിലായി. അത് ഹാക്ക് ചെയ്തവനെ പിടിച്ചാൽ ഒരുപക്ഷെ സാന്റ എവിടെയാണെന്ന് അറിയാൻ കഴിയുമെന്നാണ് സോയിയുടെ നിഗമനം. അതിനാൽ ഞങ്ങളിപ്പോ അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സോയി പറഞ്ഞു. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മോറ ഓഫീസർ സോയിയെ വിളിച്ചിട്ട് ദി വൂൾഫ് എന്നറിയപ്പെടുന്ന ഹാക്കറാണ് ലാബ് ഹാക്ക് ചെയ്തതെന്നും അവന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയെന്നും അറിയിച്ചു. അടുത്ത ദിവസം രാവിലെ ജാക്കിന്റെ എക്സ് വൈഫ് അവനെ വിളിച്ചിട്ട് ഇന്ന് ഡയലനെ സ്കൂളിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിച്ചു. ഡയലൻ ജാക്കിന്റെ മകനാണ്. ഡയലന് ജാക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമെല്ലാം മാറി നിൽക്കുന്ന ഒരാളാണ് ജാക്ക്. അതിനാൽ അവൻ ഡയലനുമായിട്ട് വലിയ അടുപ്പത്തിലല്ല. എന്തായാലും ഡയലിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മോറയുടെ ആൾക്കാര് ജെയ്ക്കിനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റായി. ജെയ്ക്ക് വളരെ വിദഗ്ധമായിട്ട് അവരെല്ലാവരെയും അടിച്ചു വീഴ്ത്തി. എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ താഴേന്ന് വീണ്ടും കുറെ ആൾക്കാർ കയറി വരുന്നത് കണ്ടു. അതുകൊണ്ട് അവൻ ജനാല വഴി അപ്പുറത്തെ ബിൽഡിങ്ങിൽ ചാടി രക്ഷപ്പെട്ടു. എന്നാൽ അപ്പുറത്തെ ബിൽഡിങ്ങിൽ സോയി അവനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ അവനെ ടേസർ ഗണ്ണ് പോലത്തെ ഒരു ഡിവൈസ് വെച്ച് വെടിവെച്ചതും അവൻ ബോധം കെട്ടുപോയി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ അവന്റെ വീട്ടിലെ ചെയറിൽ അവനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് സോയി ചോദിച്ചു. പക്ഷെ ഇവളിത് എന്താണ് ചോദിക്കുന്നതെന്ന് ജാക്കിന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ലാബ് ഹാക്ക് ചെയ്തത് നീയാണോ എന്ന് സോയി ചോദിച്ചു. അത് ചെയ്തത് ഞാൻ തന്നെയാണ്. പക്ഷെ അത് വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ജാക്ക് പറഞ്ഞു. നിർഭാഗ്യവശാൽ അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന കാര്യം അവനും അറിയില്ല. കാരണം എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ വെച്ചായിരുന്നു ആവശ്യക്കാരൻ ജെയ്ക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതിനാൽ അയാൾക്ക് ഇവനെയും ഇവൻ അയാളെയും അറിയില്ല. ആർട്ടിക്കിലെ സെയ്സ്മിക് ആക്ടിവിറ്റിയുടെ ഡാറ്റ ഹാക്ക് ചെയ്ത് തരണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഇവൻ അതേപോലെ ആ ഡാറ്റ ഹാക്ക് ചെയ്തു കൊടുത്തു. അതിൽ കൂടുതൽ ഒന്നും തന്നെ ജാക്കിന് അറിയില്ല. അപ്പോൾ ഇവനെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്ന് സോയിക്ക് മനസ്സിലായി. പക്ഷേ വൂൾഫിന് ലോകത്തിൽ ആരെ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന കാര്യം നേരത്തെ അവള് കേട്ടിട്ടുണ്ട്. അതിനാൽ ഇവനെ പാക്ക് ചെയ്തെടുക്കാൻ അവൾ ഓർഡർ ചെയ്തു. അപ്പോൾ അവര് ശരിക്കും അവനെ ഒരു ബോക്സിലാക്കി പാക്ക് ചെയ്തു. എന്നിട്ട് അവനെ സമീപമുള്ള മോറയുടെ ഒരു സീക്രട്ട് ബേസിൽ കൊണ്ടുപോയി. നമ്മൾ മിത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെന്ന് സോയി പറഞ്ഞപ്പോൾ ജെയ്ക്കിനത് കോമഡി ആയിട്ടാണ് തോന്നിയത്. കാരണം അതൊന്നും റിയൽ അല്ല എന്നാണ് അവൻ കരുതുന്നത്. എന്നാൽ അവിടെ കുറെ മിത്തിക്കൽ മോൺസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ സോയി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് അവന് മനസ്സിലായി.
ശേഷം സാന്റാക്ലോസിനെ തട്ടിക്കൊണ്ടുപോയ കാര്യവും ജെയ്ക്ക് ഹാക്ക് ചെയ്ത ഡീറ്റെയിൽസ് വെച്ചാണ് അവര് സാന്റാക്ലോസിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയതെന്നും സോയി അവന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അവിടെ ഡ്രിഫ്റ്റും ടീമും എത്തിയത്. അവന്റെ കൂടെ ഗ്രാഷിയയും ഉണ്ടായിരുന്നു. ഗ്രാഷിയ കട്ട കലിപ്പിലാണ്. വന്ന ഉടൻ അവൻ ജെയ്ക്കിനെ ഇടിക്കാൻ വേണ്ടി തൂക്കിയെടുത്തു. അവനെ ഒന്നും ചെയ്യരുതെന്ന് സോയി പറഞ്ഞതുകൊണ്ട് ജെയ്ക്ക് രക്ഷപ്പെട്ടു. സാന്റ എവിടെയാണെന്ന് ഡ്രിഫ്റ്റ് ദേഷ്യത്തോടെ ജെയ്ക്കിനോട് ചോദിച്ചു. എന്നാൽ അവനൊന്നും അറിയില്ലെന്ന് സോയി പറഞ്ഞു. ശേഷം അവള് ജെയ്ക്കിനൊരു ഓഫർ നൽകി. സാന്റയെ ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ സഹായിച്ചാൽ നിനക്ക് വലിയൊരു തുക നൽകാമെന്നായിരുന്നു സോയിയുടെ ഓഫർ. കേട്ട ഉടൻ തന്നെ അവനത് സമ്മതിച്ചു. എന്നിട്ട് ഇതുവരെ പറയാത്ത ഒരു സത്യവും കൂടെ ജെയ്ക്ക് പറഞ്ഞു. ലാബിന്റെ ഡാറ്റ അയച്ചു കൊടുത്തതിനോടൊപ്പം ജെയ്ക്ക് ഒരു ടൈപ്പ് വൈറസും കൂടെ അയച്ചു കൊടുത്തു. അതുപയോഗിച്ച് അയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ കാശ് തരാതെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ എന്ന് കരുതി ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി എപ്പോഴും ഇവൻ ഇതുപോലെ അവന്റെ ക്ലയന്റ്സിന് വൈറസ് അയച്ചു കൊടുക്കാറുണ്ട്. ആ വൈറസ് പരിശോധിച്ച് നോക്കിയപ്പോൾ അയാളുടെ ലൊക്കേഷൻ കിട്ടി. പക്ഷെ അത് പറഞ്ഞു തരണമെങ്കിൽ അയാൾ എനിക്ക് തന്നതിന്റെ 3 മടങ്ങ് പണം നിങ്ങൾ എനിക്ക് തരണമെന്ന് ജെയ്ക്ക് പറഞ്ഞു. ഉടനെ ഗ്രേഷ്യ അവനെ ഇടിക്കാൻ വന്നു. ഇവരോട് വിലപേശാൻ നിന്നാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ ജെയ്ക്ക് പേടിച്ചിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. മിയാമിയിലെ ഒരു റിസോർട്ടിലാണ് അയാൾ ഉള്ളത്. അത് കേട്ടതും ഡ്രിഫ്റ്റ് ജെയ്ക്കിനെയും കൊണ്ട് മിയാമിയിലേക്ക് പോയി. പോകുന്നതിന് മുന്നേ സോയി ജെയ്ക്കിന്റെ കാലിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചു. ഇനി രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതിയാലും മോറയ്ക്ക് ഇവനെ നിസ്സാരമായിട്ട് കണ്ടെത്താനാകും. അതുകൊണ്ട് നീ വെറുതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന് സോയി ജെയ്ക്കിന് വാർണിംഗ് നൽകി. അടുത്ത് സാന്റയുടെ രംഗമാണ് കാണിക്കുന്നത്. അയാളെ എവിടെയോ ഒരിടത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ബോധം കെട്ട് കിടന്ന സാന്റ കണ്ണു തുറന്നപ്പോൾ തന്റെ മുന്നിൽ ഗ്രീല നിൽക്കുന്നത് കണ്ടു. ഇവളാണ് സിനിമയിലെ വില്ലത്തി. ഇവള് ശരിക്കും ഒരു ദുർമന്ത്രവാദിനിയാണ്. നോട്ടി ലിസ്റ്റിലുള്ളവരേക്ക് ശിക്ഷിക്കണമെന്നതാണ് ഇവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവൾ എന്തോ മാരകമായ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഡ്രിഫ്റ്റ് ജെയ്ക്കിനെയും കൊണ്ടൊരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറി. അവിടുന്ന് ഒരു കാർ കളിപ്പാട്ടം എടുക്കാൻ ഡ്രിഫ്റ്റ് പറഞ്ഞു. എന്നിട്ട് അവനെയും കൊണ്ടൊരു ക്ലോസറ്റിൽ കയറി. ആ ക്ലോസറ്റ് യഥാർത്ഥത്തിൽ ഒരു ടെലിപോർട്ടിംഗ് ഡിവൈസ് ആയിരുന്നു. യുഎസിലെ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നവര് ക്ലോസറ്റിൽ നിറങ്ങിയപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് മിയാമിയിലെ ഒരു ഗിഫ്റ്റ് ഷോപ്പിലെത്തി. അത് കണ്ട് ജെയ്ക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു. നോർത്ത് പോളിലുള്ളവർക്ക് ലോകത്തിൽ എവിടെ പോകണമെങ്കിലും ഇതുപോലെ ടെലിപോർട്ടിംഗ് ക്ലോസറ്റുകൾ ഉപയോഗിച്ചാൽ മതി. ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ജെയ്ക്ക് എടുത്ത കളിപ്പാട്ടത്തിനെ ഡ്രിഫ്റ്റ് റോഡിൽ വെച്ചു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ഡിവൈസ് വെച്ച് അതിനെ യഥാർത്ഥ കാറാക്കി മാറ്റി. അത് കണ്ട് വീണ്ടും ജെയ്ക്കിന് അതിശയമായി. ശേഷം അവരതിൽ കയറി നേരത്തെ ജെയ്ക്ക് പറഞ്ഞ റിസോർട്ടിലേക്ക് പോയി. ഈ സമയം ഇവിടെ ഗ്രീല അവളുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള വെപ്പൺ റെഡിയാക്കുകയായിരുന്നു. ഒരു ടൈപ്പ് സ്നോ ഗ്ലോബ് ആണ് ആ വെപ്പൺ. പക്ഷേ ഇത് സാധാരണ സ്നോ ഗ്ലോബ് ഒന്നുമല്ല. വളരെ ശക്തമായ ദുർമന്ത്രവാദമുള്ള ഒരു ഗ്ലോബാണ്. ഗ്ലാസ് കഫിഗ് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ആരെങ്കിലും തൊട്ടുകഴിഞ്ഞാൽ പിന്നെ എന്നേക്കുമായിട്ട് അയാൾ ഇതിനുള്ളിൽ ട്രാപ്പ് ആയി പോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഗ്ലോബിനെ ക്ലോണിംഗ് ചെയ്ത് ഒരുപാട് ഗ്ലാസ് കഫിഗുകൾ ഉണ്ടാക്കണം. എന്നിട്ട് അതെല്ലാം നോട്ടി ലിസ്റ്റിലുള്ള കുട്ടികളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ആ കുട്ടികൾ അതിൽ തൊടുന്നതും പിന്നെ അവരെല്ലാം അതിനുള്ളിൽ ട്രാപ്പ് ആയി പോകും. ഇതാണ് ഗ്രീലയുടെ പ്ലാൻ. ഇവിടെ ഡ്രിഫ്റ്റും ജെയ്ക്കും റിസോർട്ടിലെത്തി. അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിരുന്നാലും ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ജെയ്ക്കിന്റെ കഴിവ് വെച്ച് നിസ്സാര സമയം കൊണ്ട് തന്നെ അവര് ആളെ കണ്ടെത്തി. നിക്ക് എന്നാണ് അവന്റെ പേര്. ഇവനാണ് ലാബ് ഹാക്ക് ചെയ്യുന്ന ജോലി ജെയ്ക്കിനെ ഏൽപ്പിച്ചത്. ഡ്രിഫ്റ്റ് നിക്കിന്റെ അടുത്ത് വന്നതും നിക്കിന്റെ സെക്യൂരിറ്റികൾ ഡ്രിഫ്റ്റിനെ തല്ലാൻ വന്നു. ഡ്രിഫ്റ്റിന് ചെറുതാകാനും വലുതാകാനുമുള്ള കഴിവുണ്ട്. അങ്ങനെ അതുപയോഗിച്ച് അവൻ നിസ്സാരമായിട്ട് ആ സെക്യൂരിറ്റികളെയൊക്കെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് നിക്കിന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. നിക്ക് ആകെ പേടിച്ചുപോയി. ഗ്രീലയാണ് ഹാക്ക് ചെയ്യാനുള്ള ജോലി നിക്കിനെ ഏൽപ്പിച്ചതെന്ന് മാത്രമേ അവൻ അറിയൂ. അല്ലാതെ അവളുടെ പ്ലാൻ ഒന്നും അവൻ അറിയില്ല. പക്ഷെ അവൻ ഗ്രീലയുടെ പേര് പറഞ്ഞു കൊടുത്തില്ല. കാരണം അവളുടെ പേര് പറഞ്ഞാൽ അത് അവൾക്ക് കേൾക്കാൻ പറ്റും. അതിനാൽ അവൻ ആ പേര് മണ്ണിൽ എഴുതി കാണിച്ചു. ഉടനെ ജെയ്ക്ക് അത് ഉറക്കെ വായിച്ചു. അപ്പോൾ ഗ്രീല അത് കേട്ടു. ലോകത്തിൽ ആരെങ്കിലും അവളുടെ പേര് പറഞ്ഞാൽ ഉടൻ തന്നെ അത് പറഞ്ഞത് ആരാണെന്നും അയാൾ എവിടെയാണെന്നും അറിയാനുള്ള കഴിവ് അവൾക്കുണ്ട്. പെട്ടെന്ന് നിക്കിന്റെ ദേഹത്തിലൂടെ അവൾ ഡ്രിഫ്റ്റിനോട് സംസാരിച്ചു. അവളുടെ പ്ലാൻ എല്ലാം അവൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറ്റുമെങ്കിൽ നീ വന്ന് സാന്റയെ രക്ഷിക്കണ എന്നും പറഞ്ഞു. ശേഷം അവള് നിക്കിന്റെ ദേഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഉടനെ വെള്ളത്തിൽ നിന്നും ഒരു വാൻ കരയിലേക്ക് കയറി വന്നു. അതിനകത്ത് 3 സ്നോമെൻ ഉണ്ടായിരുന്നു. അവരെ ഗ്രീല അയച്ചതാണ്. അവര് ഡ്രിഫ്റ്റിന്റെ ടീമിനെ ആക്രമിച്ചു. ഡ്രിഫ്റ്റ് മേശയെടുത്തടിച്ച് ഒരു സ്നോമാനെ 2 കഷണങ്ങളാക്കി. എന്നാൽ ഉടൻ തന്നെ അത് വീണ്ടും പൂർണ്ണ രൂപത്തിലായി. ഈ സമയം ഒരു സ്നോമാൻ ജേക്കിനെ ആക്രമിക്കുകയായിരുന്നു. അതിനിടയിൽ 3ാമത്തെ സ്നോമാൻ ചെന്ന് നിക്കിനെ ആക്രമിച്ചു. അവന്റെ ദേഹത്ത് സ്നോമാൻ വാളുകൊണ്ട് തൊട്ടതും അവൻ മൊത്തം തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയായി മാറി. ഡ്രിഫ്റ്റ് എന്തൊക്കെ ചെയ്തിട്ടും സ്നോമാനെ കൊല്ലാൻ പറ്റുന്നില്ല. അവസാനം അബദ്ധത്തിൽ അവൻ സ്നോമാന്റെ മൂക്കായിട്ട് വെച്ചിരുന്ന ക്യാരറ്റ് തട്ടിക്കളഞ്ഞു. ഉടനെ ആ സ്നോമാൻ മൊത്തം പൊടിഞ്ഞുപോയി.
അപ്പോൾ ഇതാണ് അവരെ കൊല്ലാനുള്ള മാർഗമെന്ന് അവന് മനസ്സിലായി. ഇവിടെ ജെയ്ക്ക് ആണെങ്കിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിപ്പിച്ച് രണ്ടാമത്തെ സ്നോമാനെയും കൊന്നുകളഞ്ഞു. എന്നാൽ ഉടനെ മൂന്നാമത്തെ സ്നോമാൻ അവനെ ആക്രമിക്കാൻ വന്നു. പെട്ടെന്ന് ജെയ്ക്ക് വന്ന് ആ സ്നോമാന്റെ ക്യാരറ്റ് പറിച്ചെടുത്തു. അങ്ങനെ അതിനെയും കൊന്നുകളഞ്ഞു. ശേഷം സോയിയും അവളുടെ ടീമും അവിടെ എത്തി. സ്നോമിന്റെ തെളിവുകളൊക്കെ നശിപ്പിക്കാനാണ് അവരെത്തിയത്. അവള് ഡ്രിഫ്റ്റുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഗ്രീലയും അവളുടെ കൂടെയുള്ള ആൾക്കാരും ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആണ്. അതായത് അവർക്ക് രൂപം മാറാനുള്ള കഴിവുണ്ട്. ഗ്രീലയ്ക്ക് ഏതാണ്ട് 1000 വർഷം പ്രായമുണ്ട്. അവളുടെ യഥാർത്ഥ രൂപം ഇതൊന്നുമല്ല. എന്തായാലും ഇനി അവളെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് സോയി ചോദിച്ചു. അപ്പോൾ ആരെയെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിൽ ഞാൻ സാധാരണ അവരുടെ റീസെന്റ് ആയിട്ടുള്ള ഡീലിംഗ്സും ലൊക്കേഷൻസും ഒക്കെ നോക്കുമെന്ന് ജെയ്ക്ക് പറഞ്ഞു. അങ്ങനെ ഗ്രീല റീസെന്റ് ആയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പരിശോധിച്ചു. ലോകത്തിലെ മുഴുവൻ CCTV ക്യാമറകളും ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാൽ അവള് കഴിഞ്ഞ 1 വർഷം എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. നോക്കിയപ്പോൾ അവള് അവസാനമായിട്ട് ജർമ്മനിയിലാണ് പോയത്. അപ്പോഴാണ് ഡ്രിഫ്റ്റിന് ഒരു കാര്യം ഓർമ്മ വന്നത്. സാന്റയ്ക്ക് ഒരു സഹോദരനുണ്ട്, ക്രാംബസ്. അവരും അവന്റെ കൂട്ടരും ജർമ്മനിയിലെ ഒരു സീക്രട്ട് ബേസിലാണ് ജീവിക്കുന്നത്. പണ്ട് ഗ്രീലയും ക്രാംബസും ചങ്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഗ്രീല ഇപ്പോൾ അവിടെ ആയിരിക്കും. സാന്റയും അവിടെ തന്നെ കാണും. എന്നാൽ പിന്നെ സമയം കളയാതെ എത്രയും വേഗം നമുക്ക് അവിടെ പോകാമെന്ന് ഡ്രിഫ്റ്റ് പറഞ്ഞു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മോറയുടെ ആൾക്കാര് ക്രാംബസിന്റെ ബേസിലോട്ട് പോകാൻ പാടില്ല. അതുപോലെ ക്രാംബസും കൂട്ടരും അവരുടെ ബേസ് വിട്ട് പുറത്തു വരാനും പാടില്ല. അത് ക്രാംബസും മോറയും തമ്മിൽ പണ്ട് മുതലേയുള്ള ഒരു ഡീലാണ്. ഈ ഡീല് തെറ്റിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അതിനാൽ ഡ്രിഫ്റ്റും ജെയ്ക്കും മാത്രം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ശേഷം ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറി അവര് ജർമ്മനിയിലെത്തി. എന്നിട്ട് ക്രാംബസിന്റെ ലൊക്കേഷനിലേക്ക് യാത്രയായി. അങ്ങനെ അവര് പോകുന്ന വഴിക്ക് ഡ്രിഫ്റ്റും ജെയ്ക്കും സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ക്രാംബസ് സാന്റയുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഒരിക്കൽ ക്രാംബസ് നോട്ടി ലിസ്റ്റിലുള്ളവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ സാന്റ അതിനെതിരായിരുന്നു. അങ്ങനെ സാന്റ ക്രാംബസിനെ നോർത്ത് പോളിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷമാണ് ക്രാംബസ് ഗ്രീലയെ കണ്ടുമുട്ടിയത്. ഗ്രീലയ്ക്കും നോട്ടി ലിസ്റ്റിലുള്ളവരെ ശിക്ഷിക്കണമെന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ അവര് തമ്മിൽ യോജിച്ച് ഒരു ക്രിസ്മസ് രാത്രി കുറെ പേരെ ശിക്ഷിച്ചു. അതിനുശേഷമാണ് നീ നിന്റെ കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മോറ ക്രാംബസുമായിട്ട് ഡീല് വെച്ചത്. ഗ്രീലയെ ആണെങ്കിൽ അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. ശേഷം രാത്രിയായപ്പോൾ അവര് ക്രാംബസിന്റെ കൊട്ടാരത്തിലെത്തി. ഈ കൊട്ടാരവും പുറത്തു നിന്നും ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ശ്മശാന ഭൂമിക്ക് നടുവിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ആരും കാണാതെ കൊട്ടാരത്തിൽ കയറി സാന്റയെ രക്ഷിക്കണമെന്നതാണ് ഡ്രിഫ്റ്റിന്റെ ലക്ഷ്യം. ഇവിടെയുള്ള എല്ലാം തന്നെ മാന്ത്രിക ശക്തിയുള്ള വസ്തുക്കളായിരിക്കും. അതിനാൽ നീ ഒന്നിലും തൊടാൻ പാടില്ലെന്ന് ഡ്രിഫ്റ്റ് പറഞ്ഞു. കൊട്ടാരത്തിന് പുറത്ത് നായകൾ പോലെ 2 രാക്ഷസ ജീവികൾ കാവൽ നിൽപ്പുണ്ടായിരുന്നു. അവയുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ ഡ്രിഫ്റ്റ് ഒരു കോഴിയുടെ കളിപ്പാട്ടം എടുത്ത് അതിനെ യാഥാർത്ഥ്യമാക്കി. എന്നിട്ട് അതിനെ നായകളുടെ മുന്നിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ നായകൾ അതിന് പിന്നാലെ പോയതും അവര് നൈസായിട്ട് കൊട്ടാരത്തിനകത്ത് കയറാൻ നോക്കി. എന്നാൽ അപ്പോഴാണ് അവിടെ ഒരു പെട്ടി നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്നത് ജെയ്ക്ക് ശ്രദ്ധിച്ചത്. അവൻ നൈസായിട്ട് അതിലെന്നൊരെണ്ണം അടിച്ചു മാറ്റി. പക്ഷെ ഉടനെ അവിടെ ഇരുന്ന കുറെ തലയോട്ടികൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ ക്രാംബസിന്റെ സെക്യൂരിറ്റികൾ വന്ന് അവരെ പിടിച്ചുകെട്ടി. എന്നിട്ട് അവരെ ക്രാംബസിന്റെ പക്കൽ കൊണ്ടുപോയി. ക്രാംബസ് ആണെങ്കിൽ സ്ലാബ് കോണ്ടസ്റ്റിൽ പങ്കെടുക്കുകയായിരുന്നു. പരസ്പരം ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്ന ഒരു മത്സരമാണ് സ്ലാബ് കോണ്ടസ്റ്റ്. ക്രാംബസിനെ ഒരുത്തൻ ഓങ്ങി ഒരു അടി അടിച്ചു. പക്ഷെ അത് ക്രാംബസിന്റെ രോമത്തിൽ പോലും ഏറ്റില്ല. എന്നാൽ തിരിച്ച് ക്രാംബസ് ഒരു അടി അടിച്ചതും മറ്റവൻ പറന്നു പോകുന്നത് കണ്ടു. അപ്പോൾ തന്നെ ക്രാംബസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാകും. ശേഷം ക്രാംബസ് ഡ്രിഫ്റ്റുമായിട്ട് സംസാരിച്ചു. അതിനിടയിൽ ഡ്രിഫ്റ്റിന്റെ കയ്യിലുള്ള ഡിവൈസ് അവൻ ഊരി വാങ്ങി. സാന്റ എവിടെയാണെന്ന് ഡ്രിഫ്റ്റ് ചോദിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ ക്രാംബസിനും അതറിയില്ല. ഗ്രീല ഇവിടെ വന്നു എന്നത് ശരിയാണ്. എന്നാൽ അവള് പണ്ട് ക്രാംബസിന് ഗിഫ്റ്റ് കൊടുത്ത ഗ്ലാസ്ക ഫിഗ് തിരികെ വാങ്ങിക്കാനാണ് വന്നത്. അല്ലാതെ അവളുടെ പ്ലാനിൽ ശരിക്കും ക്രാംബസിന് ഒരു പങ്കുമില്ല. സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ തിരികെ പോയിക്കോട്ടെ എന്ന് ഡ്രിഫ്റ്റ് ചോദിച്ചു. പക്ഷെ എന്റെ അനുവാദമില്ലാതെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഒരിക്കലും ഞാൻ പുറത്തു വിടില്ലെന്നാണ് ക്രാംബസ് പറഞ്ഞത്. അപ്പോഴാണ് ജെയ്ക്കിന് ഒരു ഐഡിയ തോന്നിയത്. നീ ഡ്രിഫ്റ്റിനെ സ്ലാബ് കോണ്ടസ്റ്റിൽ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിന്റെ അടിമകളായിട്ട് ഇവിടെ നിന്നോളാമെന്നും എന്നാൽ ഡ്രിഫ്റ്റ് ആണ് ജയിക്കുന്നതെങ്കിൽ നീ ഞങ്ങളെ വെറുതെ വിടണമെന്നും അവൻ ക്രാംബസിനോട് പറഞ്ഞു. ക്രാംബസ് അത് സമ്മതിക്കുകയും ചെയ്തു. ഒരു ഡെമിഗോഡായ ക്രാംബസിനെ തനിക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഡ്രിഫ്റ്റിന് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചലഞ്ച് ചെയ്ത സ്ഥിതിക്ക് മത്സരിക്കാതെ വേറെ നിവർത്തിയില്ല. ആദ്യ ഊഴം ഡ്രിഫ്റ്റിന്റേതായിരുന്നു. ഡ്രിഫ്റ്റ് അവന്റെ സകല ആരോഗ്യവും കൊണ്ട് ക്രാംബസിനെ അടിച്ചു. പക്ഷേ ക്രാംബസിന് അത് ഒട്ടുമേറ്റില്ല. എന്നാൽ അടുത്ത് ക്രാംബസ് തിരിച്ചടിച്ചതും ഡ്രിഫ്റ്റ് തെറിച്ചുപോയി. ഡ്രിഫ്റ്റ് എണീറ്റിട്ട് എന്റെ മുഖം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. അവന് നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്ക് മാരക അടിയായിരുന്നു അത്. അപ്പോൾ പണി പാളിയെന്ന് ജെയ്ക്കിന് മനസ്സിലായി. അതിനാൽ അവൻ നൈസായിട്ട് നേരത്തെ ഊരിയെടുത്ത ഡിവൈസ് ചെന്ന് അടിച്ചു മാറ്റി. എന്നിട്ട് അത് ഡ്രിഫ്റ്റിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അങ്ങനെ അടുത്ത അടിയിൽ ക്രാംബസ് ആണ് തെറിച്ചു പോയത്.
സത്യം പറഞ്ഞാൽ അതും ക്രാമ്പസിന് അത്ര കാര്യമായിട്ട് ഏറ്റില്ല. പക്ഷെ ക്രാമ്പസിന് ശരിക്കും ദേഷ്യം വന്നു. ഡ്രിഫ്റ്റിന്റെയില് 2 റോബോട്ട് കളിപ്പാട്ടം ഉണ്ടായിരുന്നു. അതിനെ അവൻ യാഥാർത്ഥ്യമാക്കിയിട്ട് എല്ലാവരെയും ഇടിച്ചു വീഴ്ത്താൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന തക്കത്തിൽ രണ്ടുപേരും വേഗം പുറത്തിറങ്ങി ഓടി. കൊട്ടാരത്തിന് പുറത്തു കടക്കുന്നതിന് മുന്നേ നേരത്തെ വിട്ട കോഴിയെയും ഡ്രിഫ്റ്റ് തിരിച്ചെടുത്തു. അങ്ങനെ അവര് സേഫായിട്ട് രക്ഷപ്പെട്ടു. പുറത്തിറങ്ങിയ ശേഷം ഗ്രീലയെ ഇനി നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്ന് ജെയ്ക്ക് ചോദിച്ചു. ഉടനെ അത് ഗ്രീല കേട്ടു. പെട്ടെന്ന് ഡ്രിഫ്റ്റ് ജെയ്ക്കിനെയും കൊണ്ട് അവിടുന്ന് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരിടത്തെത്തിയപ്പോൾ റോഡിന്റെ നടുക്കൊരു പിയാനോ ഇരിക്കുന്നത് കണ്ടു. അതിനു പുറമെ ഒരു ഗിഫ്റ്റും പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ഗ്ലാസ് കഫിഗ് ആയിരുന്നു. ഭാഗ്യത്തിന് അവരത് തൊട്ടില്ല. എന്നാൽ അപ്പോഴാണ് ഡൈലൻ ജെയ്ക്കിനെ വീഡിയോ കോൾ ചെയ്തത്. ഈ തൊലിഞ്ഞ ഗിഫ്റ്റ് പപ്പയാണോ എനിക്ക് അയച്ചു തന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത്. എന്ത് ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ഗ്ലാസ് കഫിഗ് എടുത്തു കാണിച്ചു. അത് ഗ്രീല അയച്ചു കൊടുത്തതാണെന്ന് ജെയ്ക്കിന് മനസ്സിലായി. അപ്പോൾ ഗ്രീല ഗ്ലാസ് കഫിഗ് ക്ലോണിംഗ് ചെയ്യാൻ തുടങ്ങിയെന്നും നമുക്ക് ഊഹിക്കാം. നീ അത് തുടരുതെന്ന് ജെയ്ക്ക് പറഞ്ഞതാണ്. എന്നിട്ടും ഡൈലൻ അതിൽ തൊട്ടു. അപ്പോൾ ഡൈലൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഉടനെ ഡൈലൻ എവിടെ പോയെന്നറിയാൻ ജെയ്ക്കും തന്റെ മുന്നിലുള്ള ഗ്ലോബിൽ ചെന്ന് തൊട്ടു. അപ്പോൾ അവനും ആ ഗ്ലോബും പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിന്നെ നോക്കിയപ്പോൾ ഡൈലനും ജെയ്ക്കും അവരുടെ ഗ്ലോബുകളുടെ ഉള്ളിലായിരുന്നു. ഗ്രീലയും ഗാങ്ങും അവിടെ നിൽപ്പുണ്ട്. അവര് വൻതോതിൽ ഗ്ലാസ് കഫിഗ് നിർമ്മിക്കുകയാണ്. ഈ സമയം ഡ്രിഫ്റ്റ് നോർത്ത് പോളിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിൽ സോയി അവനെ വിളിച്ചു. അവൻ നടന്നതെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് മാത്രമല്ല, ഇതിനോടകം വെച്ച് സാന്റ എവിടെയാണെന്നും അവൻ മനസ്സിലാക്കി. സാന്റ യഥാർത്ഥത്തിൽ നോർത്ത് പോളിൽ തന്നെയുണ്ട്. അന്നത്തെ ടാങ്കും പ്ലെയിനും എല്ലാം തന്നെ ശ്രദ്ധ തിരിപ്പിക്കാനുള്ള ഉഡായിപ്പുകൾ മാത്രമായിരുന്നു. സാന്റയുടെ പക്കൽ ക്ലോണിംഗ് ചെയ്യാനുള്ള ഒരു വലിയ മെഷീനുണ്ട്. അതുപയോഗിച്ച് മാത്രമേ അവൾക്ക് ആവശ്യത്തിനുള്ള ഗ്ലാസ് കഫിഗുകൾ നിർമ്മിക്കാനാകൂ. അത് സ്ഥിരീകരിക്കാനായിട്ട് ജെയ്ക്കിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ഡ്രിഫ്റ്റ് പറഞ്ഞു. നോക്കിയപ്പോൾ നോർത്ത് പോളിലാണ് അവന്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ പിന്നെ ബിൽഡിംഗിലുള്ളവർ സാന്റയെ ഇതിനോടകം വെച്ച് തന്നെ കണ്ടെത്തേണ്ടതല്ലേ എന്ന് സോയി ചോദിച്ചു. അപ്പോൾ സംശയം തോന്നി ഡ്രിഫ്റ്റ് സാന്റയുടെ വൈഫിനെ വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. സാന്റ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കുകയാണെന്നാണ് വൈഫ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അത് സാന്റയുടെ വൈഫ് അല്ലെന്ന് അവന് മനസ്സിലായി. കാരണം സാന്റയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബിസ്ക്കറ്റിന്റെ പേരാണ് അവള് പറഞ്ഞത്. ഡ്രിഫ്റ്റ് സംശയിച്ചത് ശരിയായിരുന്നു. ഗ്രീലയുടെ ആളാണ് രൂപം മാറി സാന്റയുടെ വൈഫായിട്ട് നിന്നത്. ശേഷം കുറച്ചു കഴിഞ്ഞ് ഡ്രിഫ്റ്റും സോയിയും നോർത്ത് പോളിലെത്തി. ജെയ്ക്കിന്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ അവൻ അണ്ടർഗ്രൗണ്ടിലുണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ സമയം ഡൈലനും ജെയ്ക്കും കൂടെ സംസാരിക്കുകയായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇതിനകത്താക്കിയതെന്ന് ചോദിച്ച് ഡൈലൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് നീയും അതിനകത്തായതെന്ന് ജെയ്ക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ നല്ലൊരപ്പനല്ലായിരുന്നുവെന്നും ഞാൻ നിന്നെ ഒരിക്കലും കെയർ ചെയ്തിട്ടില്ലെന്നുമൊക്കെ പറഞ്ഞ് ജെയ്ക്ക് ഡൈലനോട് ക്ഷമ ചോദിച്ചു. അവന്റെ മനസ്സിന്റെ നന്മ കാരണം അവരുടെ ഗ്ലോബുകൾ ഉടനെ പൊട്ടിപ്പോയി. ഇങ്ങനെ മനസ്സിൽ നന്മ നിറഞ്ഞാൽ മാത്രമേ ഈ ഗ്ലോബിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ. രക്ഷപ്പെട്ട സന്തോഷത്തിൽ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അവിടെ ഡ്രിഫ്റ്റും സോയിയും എത്തിയത്. നോക്കിയപ്പോൾ അവിടെ ഗ്ലോബ് ഒന്നും കാണുന്നില്ല. എല്ലാം എവിടെ പോയെന്ന് ഡ്രിഫ്റ്റ് ചോദിച്ചു. അതെല്ലാം കൊണ്ട് ഗ്രീല സാന്റയുടെ ബിൽഡിംഗിലേക്ക് പോയെന്ന് ജെയ്ക്ക് പറഞ്ഞു. എങ്കിൽ അവൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവളെ പിടിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വേഗം അങ്ങോട്ടോടി. അതിനിടയിൽ ഒരിടത്തെത്തിയപ്പോൾ ഈ ബിൽഡിംഗിലുള്ള എല്ലാവരെയും ഒരിടത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അതിൽ സാന്റയുടെ വൈഫും ഗ്രേഷ്യയും ഒക്കെയുണ്ട്. അങ്ങനെ അവരെയും തുറന്നുവിട്ടു. ഈ സമയം ഗ്രീല ഗ്ലോബുകളെല്ലാം സാന്റയുടെ വണ്ടിയിൽ കയറ്റുകയായിരുന്നു. സാന്റ ഇല്ലാതെ ആ വണ്ടി ഉയർന്നു പൊങ്ങില്ല. അതിനാൽ സാന്റയെ കൂടെ ഒരു കൂട്ടിലടച്ച് വണ്ടിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. എല്ലാ ഗ്ലോബുകളും കയറ്റിയ ശേഷം പോകാൻ റെഡിയായതും അവിടെ ഡ്രിഫ്റ്റും കൂട്ടരും എത്തി. പിന്നെ 2 കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. അതിനിടയിൽ ഗ്രീല വണ്ടിയും കൊണ്ട് അവിടുന്ന് പോകാൻ നോക്കി. എന്നാൽ ഡ്രിഫ്റ്റും ജെയ്ക്കും പിന്നാലെ വന്ന് വണ്ടിയിൽ കയറി. രണ്ടുപേരും ഗ്രീലയുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ അവരെത്ര ശ്രമിച്ചിട്ടും അവളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾ അത്രയും സ്ട്രോങ് ആയിരുന്നു. അവസാനം അവള് സിറ്റിയിൽ നിന്ന് പുറത്തു കടക്കാറായതും ജെയ്ക്ക് കലമാനുകളുടെ ചങ്ങലകളെല്ലാം റിലീസ് ചെയ്തു. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് കലമാനുകൾ മാത്രം പുറത്തുപോയി. അവയില്ലാതെ വണ്ടി അനങ്ങില്ല. അങ്ങനെ അവരവളെ തടഞ്ഞു. ഡ്രിഫ്റ്റ് ചെന്ന് സാന്റയെ തുറന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ അയാള് ബോധം കെട്ട് കിടക്കുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതും ഗ്രീല അവളുടെ യഥാർത്ഥ രൂപത്തിലായി മാറി. അത് വളരെ വലിയൊരു രാക്ഷസ രൂപമാണ്. അവൾ അവരെ ആക്രമിക്കാൻ വന്നതും അവിടെ ക്രാമ്പസും എത്തി. തന്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. പിന്നെ 3 പേരും കൂടെ ഗ്രീലയുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റായി. ഇടയ്ക്ക് ക്രാമ്പസിനെ അവള് തുണി അലക്കുന്നത് പോലെ തൂക്കി പറക്കി അടിക്കുന്നത് കാണാം. 3 പേരും എത്ര ശ്രമിച്ചിട്ടും അവളെ കീഴടക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ അവള് ഡ്രിഫ്റ്റിനെ കൊല്ലാൻ നിന്നതും പെട്ടെന്ന് സാന്റ ഉണർന്നു. എന്നിട്ട് ഉറക്കെ തന്റെ കലമാനുകളെ വിളിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കലമാനുകളെല്ലാം ഓടിയെത്തി. അവയെല്ലാം കൂടി ഗ്രീലയെ ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടി. എന്നിട്ട് അവസാനം അവളെ ഗ്ലോബുകൾക്ക് മീതെയിട്ടു. അനന്തരഫലമായിട്ട് അവൾ ഒരു ഗ്ലോബിന്റെ ഉള്ളിലായി പോയി. അങ്ങനെ അവളുടെ കഥ അവസാനിച്ചു. തന്നെ രക്ഷിക്കാൻ വന്നതിൽ സാന്റ 3 പേരോടും നന്ദി പറഞ്ഞു.
ശേഷം സാന്റ ഗിഫ്റ്റുകൾ ഡെലിവർ ചെയ്യാൻ പോയി. ഡ്രിഫ്റ്റിനെയും കൊണ്ടാണ് പോകുന്നത്. ഒപ്പം അദ്ദേഹം ജെയ്ക്കിനെയും ഡൈലനെയും കൂടെ കൂട്ടി. വളരെ സാഹസികമായിട്ട് ഓരോ വീടുകളിലും കയറി സാന്റ ഗിഫ്റ്റുകൾ വെക്കുന്നത് കാണാൻ ശരിക്കും കൗതുകം തന്നെയായിരുന്നു. സാന്റയ്ക്കും ചെറുതാകാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ചിമ്മിനിയിലൂടെ വീട്ടിനുള്ളിൽ കയറുന്നത്. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അദ്ദേഹം ലോകത്തിലെ എല്ലാവർക്കും ഗിഫ്റ്റുകൾ നൽകി. അങ്ങനെ സന്തോഷകരമായ ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.